ഹായ് എവരി വൺ, വെൽക്കം ടു ഹൈ എഞ്ചിനീയർ വർക്ക്സ്. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലേത്ത് മെഷീൻസിൻ്റെ സ്പെസിഫിക്കേഷൻ, ലേത്ത് മെഷീൻ്റെ അളവുകൾ എങ്ങനെ എടുക്കാം, അതിൻ്റെ ലെങ്ത് എങ്ങനെ പറയാം, അങ്ങനെ ലേത്ത് മെഷീനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു വീഡിയോ, കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പരിമിതമായ എൻ്റെ അറിവുകൾ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. പറയുന്നതിൽ തെറ്റുകളും പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇത് ഒരു 4.5 അടി ലൈറ്റ് ഡ്യൂട്ടി ലേത്ത് മെഷീനാണ്. നമ്മൾ കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത് സൈഡിൽ വെച്ചിരിക്കുന്ന മെഷീനാണ്. ഇതാണ് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കോളേജൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേത്ത് മെഷീൻ്റെ ലെങ്ത്ത്, നീളം അല്ലെങ്കിൽ ലെങ്ത്ത് എന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അറിയാം എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ലേത്ത് മെഷീൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ സ്റ്റാർട്ടിങ്, ലേത്ത് മെഷീൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഈ ടാപ്പ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, അവിടെ നിന്നാണ് നമ്മൾ ടാപ്പിൻ്റെ പിടിക്കേണ്ടത്. അവിടെ നിന്ന് ലേത്തിൻ്റെ ബെഡിൻ്റെ ടോട്ടൽ എൻഡ്, ട്രേഡ് എൻഡ് അല്ല കേട്ടോ, ലേത്തിൻ്റെ ടോട്ടൽ എൻഡ്. ഓക്കെ, അവിടേക്കാണ് വരുന്നത്. ഈ മെഷീൻ 4 അടിയാണ്. 4, 49, 50, 51, 52, 53, 54, അതായത് 4 അടിയും 6 ഇഞ്ചും നമ്മുടെ ബെഡിൻ്റെ അവസാനത്തേക്ക്, ബെഡിൻ്റെ എൻഡിലേക്ക് 54 ഇഞ്ച്, അതായത് 4 അടിയും 6 ഇഞ്ചും, അതാണ് 4 അടി ലേത്ത്. ഓക്കെ, ഇനി നമുക്ക് ലേത്തിൻ്റെ സെൻറ്റർ ഹൈറ്റ് എടുക്കാൻ നോക്കാം. സെൻറ്റർ ഹൈറ്റ് എടുക്കാൻ എങ്ങനെ നോക്കാം? ചിലവർ ബെഡിൻ്റെ താഴ്ത്തുനിന്ന് എടുക്കും, വീട് താഴ്ത്തുനിന്ന് എടുക്കും. ഈ വീട് മുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഈ വീട് മുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. താഴ്ത്തുനിന്ന് എടുക്കരുത്. താഴ്ത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ 1 ഇഞ്ച് കൂടും. അതല്ല സെൻറ്റർ ഹൈറ്റ്. വീട് മുകളിൽ നിന്ന് എടുക്കണം സെൻറ്റർ ഹൈറ്റ്. സ്കെയിൽ ഇങ്ങനെ വെച്ച് സ്കെയിലിൻ്റെ അടിയിൽ നിന്നും ടേൽ സ്റ്റോക്കിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നതാണ് നമ്മുടെ സെൻറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ടേൽ സ്റ്റോക്കിൻ്റെ സെൻറ്ററിലേക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചാണ് ഈ മെഷീൻ്റെ സെൻറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടുന്ന് ചെരിച്ചെടുക്കും ചിലവർ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരിക്കലും എടുക്കരുത്. സ്കെയിൽ വെച്ച് സ്കെയിലിൻ്റെ അടിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ കറക്റ്റ് 6 ഇഞ്ച് വന്നിരിക്കും. ഇപ്പോൾ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചായി. അളവ് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. ലൈറ്റ് ഡ്യൂട്ടി ലേത്തിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും 6 ഇഞ്ച് തന്നെയായിരിക്കും സെൻറ്റർ ഹൈറ്റ്. ഇനി നമുക്കറിയുന്നത് സ്പിൻഡിൽ ബോറാണ്, ലേത്തിൻ്റെ സ്പിൻഡിലിൻ്റെ ബോറ്. ഓക്കെ, ഈ സ്പിൻഡിൽ ബോർ എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ഡ്യൂട്ടിക്ക് 40 mm ആണ് വരിക. 40 mm കണ്ട, സ്പിൻഡിലിൻ്റെ ഇന്നർ ടു ഇന്നർ, സ്പിൻഡിലിൻ്റെ ഉള്ളിലത്തെ അളവ്, സ്പിൻഡിലിൻ്റെ ഇന്നർ ഡയമീറ്റർ 40 mm ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡിൻ്റെ വിടുത്ത്. ലേത്തിൻ്റെ ബെഡിൻ്റെ വിടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ബെഡിൻ്റെ വിടുത്ത് 9 വരും, 12 വരും, 13 വരും. ഇതിപ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം 9 ഇഞ്ചിൻ്റെ മേലെയാണ് വരിക. ലൈറ്റ് ഡ്യൂട്ടി ലേത്ത് ആയതുകൊണ്ട് 9 ഇഞ്ച്. 9 കഴിഞ്ഞ് പിന്നെ വരുന്നത് 13 ഇഞ്ച്, 15 ഇഞ്ച്, 18 ഇഞ്ച്, 20 ഇഞ്ച് അങ്ങനെ വരും. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത് സെയിലിട്ടിരിക്കുന്ന ഒരു 7 ഫീറ്റ് ലേത്താണ്. 7 ഫീറ്റ് ലെങ്ത്ത്, 12 ഇഞ്ച് സെൻറ്റർ റേറ്റ്, 80 സ്പിൻഡിൽ ബോറിൻ്റെ പുതിയ ലേത്താണ്. നല്ല ലേത്താണ്, പുതിയതല്ല, സെക്കൻഡ്സ് ആണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് നിർത്തി നോക്കാം. 7 ഫീറ്റാണ് പറഞ്ഞത്. നമ്മൾ ടേൽ സ്റ്റോക്കിൻ്റെ എൻഡിൽ നിന്ന് ഹെഡ് സ്റ്റോക്കിൻ്റെ എൻഡിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട്. ഹെഡ് സ്റ്റോക്കിൻ്റെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് നമ്മുടെ ബെഡിൻ്റെ എൻഡിലേക്ക് നോക്കുമ്പോൾ 7 ഫീറ്റാണുള്ളത്. ഓക്കെ, ഹെഡ് സ്റ്റോക്കിൻ്റെ എൻഡിൽ നിന്നും ട്രേഡ് എൻഡ് എടുക്കരുത് കേട്ടോ. ഹെഡ് സ്റ്റോക്കിൻ്റെ എൻഡിൽ നിന്നും ബെഡിൻ്റെ എൻഡിലേക്ക് 7 ഫീറ്റ്, അങ്ങനെയാണ്. ഇപ്പോൾ 7 ഫീറ്റാണ് ലെങ്ത്ത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കാം. ഹെഡ് സ്റ്റോക്കിൻ്റെ ബാക്കിൽ നിന്ന്, ഹെഡ് സ്റ്റോക്കിൻ്റെ ഈ വിരൽ വെച്ചിരിക്കുന്ന ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് അവിടെ വെച്ചിട്ട് നമ്മുടെ ബെഡിൻ്റെ എൻഡ്, ഈ ബെഡിൻ്റെ എൻഡിൽ വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 12 ഇഞ്ചാണ്. ഓക്കെ, സ്കെയിലിൻ്റെ ഒരു ചെറിയ അളവ് വ്യത്യാസമുണ്ട്. 12 ഇഞ്ചാണ് ഇതിന് സെൻറ്റർ റേറ്റ് വരുന്നത്. നമ്മളൊന്ന് അടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റായിരിക്കും. 12 ഇഞ്ചാണ് ഈ ലേത്ത് മെഷീൻ്റെ സെൻറ്റർ ഹൈറ്റ് വരുന്നത്. നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് 12 ഇഞ്ചാണ് സെൻറ്റർ ഹൈറ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ വീട് മുകളിൽ നിന്നാണ് എടുത്തത്. ബെഡിൻ്റെ മുകളിൽ നിന്നാണ് സെൻറ്റർ ഹൈറ്റ് എടുത്തത്. ഓക്കെ, ഇതിൻ്റെ ബെഡിൻ്റെ വിടുത്ത് വരും 13 ഇഞ്ചാണ് വരും. ഇത് ഹെവി ഡ്യൂട്ടി മെഷീനാണ്. 13 ഇഞ്ച് ബെഡിൻ്റെ വിടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. 13 ഇഞ്ചാണ് ബെഡിൻ്റെ വിടുത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്പിൻഡിൽ ബോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പിൻഡിൽ ബോർ ഇനി ഇതിൻ്റെ വരുന്നത് 80 mm ആണ് ഇതിൻ്റെ സ്പിൻഡിൽ ബോർ വരിക. നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നോക്കൂ, കണ്ടോ, ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ, സ്പിൻഡിലിൻ്റെ ഇന്നർ ഡയമീറ്റർ 80 mm, 80 mm ആണ്. എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് അറിയില്ല, കുറച്ച് പരിമിതികളുണ്ട് ഈ വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ്. ഓക്കെ, കറക്റ്റായിട്ട് ഇപ്പോൾ കാണാൻ വിചാരിക്കുന്നു. 80 mm ഇന്നർ ഡയമീറ്റർ 80 mm. നമുക്ക് മറ്റൊരു ലേത്തിൻ്റെ സെൻറ്റർ റേറ്റ് നോക്കിയാക്കാം. ഈ ലേത്തിൻ്റെ സെൻറ്റർ റേറ്റ് 18 ഇഞ്ചാണ്. 18 ഇഞ്ച്, 18 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ റേറ്റ് വരുന്നത്. നമ്മളെ വീടിൻ്റെ മുകളിൽ സ്കെയിൽ വെച്ച് സ്കെയിലിൻ്റെ അടിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ 18 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ റേറ്റ് വരുന്നത്. ഓക്കെ,
ഇത് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി മെഷീനാണ്. ഇതിൻ്റെ ബെഡ് വിഡ്ത്തും നിങ്ങൾക്ക് ആ കേരേജിൻ്റെ വലിപ്പമൊക്കെ ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ മനസ്സിലായിരിക്കും. കണ്ടോ, കേരേജിൻ്റെ വലിപ്പെല്ലാം വളരെ കൂടുതലാണ്. ഹെവി മെഷീനാണ്, എക്സ്ട്രാ ഹെവി മെഷീനാണ് ഇത്. ഓക്കെ, പിന്നെ കാണാൻ അറിയാം ഇതിൻ്റെ ചക്കും കാര്യങ്ങളൊക്കെ 24 ഇഞ്ചോളം ഇതിൻ്റെ ചക്കിൻ്റെ വീതി മാത്രമായിട്ടുണ്ട്. ഡബിൾ സ്ലോട്ട് ചക്കാണ്. ഒരു ജോബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ 24 ഇഞ്ച് 24 ഇഞ്ചാണ് ചക്കിൻ്റെ ഡയമീറ്റർ വരുന്നത്. പിന്നെ മെഷീൻ്റെ സ്പിൻഡിൽ ബോർ ജോബ് സെറ്റ് വെച്ച കാറാണ്. സ്പിൻഡിൽ ബോർ 128 128 mm ആണ് ഇതിൻ്റെ സ്പിൻഡിൽ ബോർ വരിക. 5 ഇഞ്ചും 1.8 ഇപ്പം 1.8 5.18 എന്ന് പറയും. ഇനി നമുക്ക് ലെയ്ത്തിൻ്റെ ഡ്രൈവിനെ കുറിച്ചിട്ട് നോക്കിയേക്കാം. ഇത് വി ബെൽറ്റ് ടൈപ്പാണ്. നമുക്ക് ഇത് 4 സ്പീഡും ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വേറെ 4 സ്പീഡ്, അങ്ങനെ ടോട്ടൽ 8 സ്പീഡാണ് കിട്ടുക. ഇത് ഡബിൾ സ്ലോട്ട് ഡബിൾ ബെൽറ്റാണ്. ഇങ്ങനെ 4 സെക്ഷൻ 4 സ്പീഡാണ് ഉണ്ടാവുക ഇങ്ങനെ. ഇത് വി ബെൽറ്റ് ടൈപ്പ്. ഓക്കെ, വി ബെൽറ്റാണ് ഇങ്ങനത്തെ ടൈപ്പ് വരിക. രാജ്കോട്ട് ഇപ്പോൾ കൂടുതലും വി ബെൽറ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാ മെഷീനും വരുന്നത്. ഇനി ലൈത്തിന് നമുക്ക് 2 ടൈപ്പ് വരും. ബെയറിംഗ് ടൈപ്പും വരും, ബുഷ് ടൈപ്പും വരും. ഈ മെഷീൻ ബെയറിംഗ് ടൈപ്പാണ്. കണ്ടോ, ഉള്ളിൽ ബെയറിംഗ് ആണ്. ഇതിൽ കൂടെ നമുക്ക് ഗ്രീസ് അടിച്ച് കൊടുക്കേണ്ട ഭാഗം. നമുക്ക് ബുഷ് ടൈപ്പ് ലെയ്ത്തുള്ളത് പോലെ വരും. ഇത് നമ്മുടെ ഏകദേശം എൻ്റെ പ്രായമുള്ള ഒരു മെഷീനാണ്. 10-32 കൊല്ലത്തോളം നല്ല മെഷീനാണ്. ഇതിൻ്റെ ഡ്രൈവ് വരുന്നത് ഫ്ലാറ്റ് ടൈപ്പാണ്. ഇത് ഗൺമെറ്റൽ ബുഷ്. ഇതാണ് ബുഷ് ടൈപ്പ് മെഷീൻ. ഓക്കെ, ഉള്ളിൽ 2 ഗൺമെറ്റൽ എന്ന് പറഞ്ഞാൽ PB എന്ന് പറയും, അല്ലെങ്കിൽ ഗൺമെറ്റലിൻ്റെ 2 ടൈപ്പാണ്. ഇത് ഗൺമെറ്റലാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത്. കണ്ടോ, ഇതാണ് ഫ്ലാറ്റ് ടൈപ്പ്. വി ബെൽറ്റ് അല്ല, ഫ്ലാറ്റ് ടൈപ്പ് ബെൽറ്റ്. നമ്മുടെ ലൈറ്റ് ഡ്യൂട്ടി കണ്ടോ, ഒരു ഇത് മാത്രമാണ്, ഒരു ഒറ്റ ബെൽറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് പഞ്ചാബിൻ്റെ പട്ടാളം എന്ന് പറയും, ചിലർ പഞ്ചാബിൻ്റെ മെഷീൻ എന്ന് പറയും. 80 mm സ്പിൻഡിൽ ബോറിലെ മെഷീനാണ്. ഇത് ഫുൾ നോട്ടം ഗിയർ ബോക്സ് ആട്ടോ. ഗിയർ ബോക്സ് ഞാൻ വിശദമായിട്ട് പിന്നീട് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിന് 2 ഇതാണ്, ത്രെഡ് അടിക്കാൻ ഇതും ഫീഡിന്. ഈ മെഷീൻ ത്രെഡ് അടിക്കാൻ ഒരു റാഡും ഫീഡിന് ഒരു റാഡാണ് വരിക. ഇതാണ് അതിൻ്റെ ഫുൾ നോട്ടം ഗിയർ ബോക്സ്. ഈ ലിവറുകളാണ് അതിൻ്റെ ചാർട്ട് അനുസരിച്ച് ലിവറുകൾ ഇട്ട് കഴിഞ്ഞാലാണ് ത്രെഡ് ഫീഡ് അതെല്ലാം ഡിഫറൻസ് ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഈ ഒരു ലിവറാണ് നമ്മുടെ ഫീഡ് ഷാഫ്റ്റിനെ നിർത്തുന്നത്. ഫീഡ് ഷാഫ്റ്റ് ന്യൂട്രലാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ഫീഡ് ഷാഫ്റ്റ് തിരിയില്ല. ഫീഡ് ഷാഫ്റ്റിൻ്റെ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഫീഡ് ഷാഫ്റ്റ് തിരി. ഇത് മറ്റൊരു ലെയ്ത്തിൻ്റെ നോട്ടൺ ഗിയർ ബോക്സ് ആണ്, ഫുൾ നോട്ടൺ ഗിയർ ബോക്സ് രാജ്കോട്ട് ടൈപ്പ്. നോട്ടൺ ഗിയർ ബോക്സിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നീട് വിശദമായിട്ട് ചെയ്യാം. ഇതാണ് ഫുൾ നോട്ടൺ ഗിയർ ബോക്സ്. ഇതിന് ഒറ്റ ഷാഫ്റ്റുകൾ കൊണ്ട് ഒറ്റ ഫീഡിനും ത്രെഡ് അടിക്കാനും വേണ്ടിയിട്ട് ഒറ്റ ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ കണ്ടോ, ഈ വീലുകളാണ്. ഈ വീലുകളുടെ ഡ്രൈവ് പ്രകാരം, അത് ചാർട്ട് പ്രകാരം നമ്മൾ വീല് ഇടണോട്ട്. വീലിട്ടിട്ട് ഈ നോട്ടൺ ഗിയർ ബോക്സിലേക്ക് വരും. പിന്നീട് ലിവറുകൾ മാറ്റിയിടുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ത്രെഡും കാര്യങ്ങളും വരുന്നത്. ഇതാണ് ചാർട്ട്. ഈ ഒരു ഷാഫ്റ്റാണ് നമ്മൾ ലീഡ് സ്ക്രൂ എന്ന് പറയും. ഈ ലീഡ് സ്ക്രൂവിൻ്റെ ഇത് 4 TPI വരും, 2 TPI വരും. ഇത് 2 TPI ആണ്. ഓക്കെ, ഇത് നോട്ടൺ ഗിയർ ബോക്സ് ഇല്ലാത്ത ടൈപ്പ് ഒരു മെഷീനാണ്. ഇതിൻ്റെ വീലുകൾ നമ്മൾ ചാർട്ട് പ്രകാരം മാറ്റി തന്നെ ഇടണം. ABCD അങ്ങനെയാണ് വരും. ABCD ആ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. എയിലേത് വീഴണം, ബിയിലേത് വീഴണം, CDയിലേത് വീഴിടണം എന്നുള്ളത്. ഈ ലീഡ് സ്ക്രൂവിന് TPI വരും 4 TPI കേട്ടോ. ഈ ചാർട്ടിൽ വ്യക്തമായിട്ട് കാണാം ഏത് വീലുകൾ എങ്ങനെ ഇടുന്നുള്ളത്. ആ ടൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈപ്പ് ത്രെഡുകളും അടിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഈ ലീഡ് സ്ക്രൂ വരുന്നത് 4 TPI ആണ്. ഇതിൻ്റെ ലീഡ് സ്ക്രൂവിൻ്റെ മുകളിൽ ത്രെഡുകൾ ഹാഫ് നെട്ട്. ഞാൻ വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാനെ കുറിച്ചിട്ട്. ഇതാണ് ലീഡ് സ്ക്രൂവിന് ത്രെഡ്. അത് 4 TPI ആണ്. ഇനി നമ്മളൊരു ലെയ്ത്ത് വാങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലെയ്ത്തിൻ്റെ ബെഡിൻ്റെ തേയ്മാനം നോക്കുകയെന്ന്. ഈ ലെയ്ത്തിന് കണ്ടു വരയോ സ്ക്രാച്ചോ മറ്റുള്ള തേയ്മാനങ്ങളോ ഒന്നുമില്ല. ഈ ലൈറ്റ് ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂ നോക്കിയത് പോലും ഒരു തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും നോക്കേണ്ട ലെയ്ത്തിൻ്റെ ബെഡ് നല്ലതാണെന്ന് മാത്രം ബെഡ് നല്ലതാണെന്നാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ബെഡ് മോശമായി കഴിഞ്ഞാൽ നമ്മുടെ അളവുകൾ, നമ്മുടെ മെഷർമെൻറ്റ്സ്, നമ്മുടെ നമ്മുടെ ആക്യുറസിയിൽ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഒന്നിനും കൊള്ളാത്ത ലെയ്ത്താന്നൊക്കെ പറയില്ലേ. ഈ ലെയ്ത്തിൻ്റെ ഈ ബെഡിന് മുകളിൽ വരകളുണ്ടോ, സ്റ്റെപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ വി ബെഡിൻ്റെ മുകളിൽ. നമ്മുടെ ഗാരേജിൻ്റെ സൈഡ്, നമ്മുടെ ഓപ്പറേറ്റർ സൈഡിൻ്റെ വി ഷേപ്പുള്ള ബെഡിൻ്റെ മുകളിൽ തേയ്മാനം വന്നിട്ടുണ്ടോ നോക്കുക. വരകളല്ല, തേയ്മാനം, സ്റ്റെപ്പ് വന്നിട്ടുണ്ടോ നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ലെയ്ത്ത് വാങ്ങുമ്പോൾ. ഇപ്പോൾ ഈ ലെയ്ത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് മുകളിൽ വരകളോ കാര്യങ്ങളോ സ്റ്റെപ്പൊന്നുമില്ല. ഞാൻ വിരലോടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്റ്റെപ്പുകളൊന്നുമില്ല. കാരണം ഇതൊരു ഓൾമോസ്റ്റ് പുതിയ മെഷീൻ്റെ കണ്ടീഷണൽ മെഷീനാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. കണ്ടോ, നീളം ലെയ്ത്തിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ്, ഒരു സ്റ്റെപ്പോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒട്ടുമിക്ക ലെയ്ത്തുകൾക്കും ആ എൻഡിൽ നിന്ന് ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് മാക്സിമം ഒരു അടി വരക്കിയതാണ് ഇവിടത്തേക്ക് തേയ്മാനം വരാൻ കൂടുതൽ. കാരണം ഏറ്റവും കൂടുതൽ ലെയ്ത്ത് വർക്ക് ചെയ്യുന്നത് അവിടെയാണല്ലോ. നമ്മുടെ ചക്കിൻ്റെ കീഴിൽ നിന്നും ചക്കിൻ്റെ താഴത്തിൽ നിന്നും ബാക്കിലേക്ക് ഒരടി, ഒരു 12 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ നീളത്തിലാണ് ഏറ്റവും കൂടുതൽ ലെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ തേയ്മാനം വരാൻ ചാൻസ് അവിടെയാണ്. അതുപോലെ തന്നെ
ഈ ബെഡിൽ ഈ ഫ്ലാറ്റ് ടൈപ്പ് ലൈറ്റ് അടിച്ച് കാണുന്ന ഭാഗം അവിടെയും തേയ്മാനം വരും. ലേത്തിൻ്റെ ഗാരേജ് ഓടുന്നത് അതിലും, പിന്നെ ഈ കാണുന്ന വി ബെഡ് കൂടിയാണ് ലേത്തിൻ്റെ ഗാരേജിൻ്റെ റണ്ണിങ് വരുന്നത്. ഈ ലേത്തിൻ്റെ ബെഡിൻ്റെ എൻഡ് ടു എൻഡ് ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒന്നും ചെയ്തിട്ടില്ല, ഒരു പോളിഷിങ് പോലും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേത്തിൻ്റെ ഗാരേജ് പോണ വഴിയാണ് ഈ നമ്മുടെ ഓപ്പറേറ്റർ സൈഡിലെ വി ബെഡും മറ്റേ സൈഡിൽ ഫ്ലാറ്റ് ബെഡും. വഴി നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെഡി നന്നായിക്കോളും എന്ന് പറയുന്ന പോലെ. ഇനി നമുക്ക് ലേത്തിൻ്റെ കട്ട് ബെഡ് എന്താണെന്ന് അറിയാം. ലേത്തിൻ്റെ കട്ട് ബെഡ് വരും. ഇത് ഡബിൾ കട്ട് ബെഡുള്ള മെഷീനാണ്, നമ്മൾ പറഞ്ഞില്ല, ഇതും ഡബിൾ കട്ട് ബെഡാണ്. ഇവിടെ ഒരു കട്ട് ബെഡ് ഓൾറെഡി ഉണ്ട്, ആ കട്ട് ബെഡ് ഞങ്ങൾ അയച്ചു വെച്ചിരിക്കുകയാണ്. ആ കട്ട് ബെഡ് കൂടാതെ ഇത്രയും ലെങ്ത് കണ്ടോ, ഓരോ കട്ട് ബെഡ് വരുന്നതാണ്. ആ കട്ട് ബെഡ് കൂടാതെ ഇതിന് വേറൊരു കട്ട് ബെഡ് കൂടിയുണ്ട്, കണ്ടോ ഇവിടെ ഒരു ജോയിൻറ്റ് കണ്ടോ. ആ ജോയിൻറ്റ് അയച്ചു കഴിഞ്ഞ് ആ ജോയിൻറ്റിൽ ബോൾട്ടുകളും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ബെഡ് കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഡബിൾ ഗ്യാപ്പ് കട്ട് ബെഡാണ്. ചില ലെങ്ത്ത് കൂടി ജോബുകൾക്ക് വേണ്ടി നമ്മൾ കട്ട് ബെഡ് അയച്ചു വെക്കേണ്ടി വരും. അപ്പോൾ അതിന് സൗകര്യത്തിന് വേണ്ടിയാണ് ഡബിൾ ഗ്യാപ്പ് കട്ട് ബെഡുകൾ വരുന്നത്. നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഡബിൾ ഗ്യാപ്പ്. ഇതൊരു ലൈറ്റ് ഡ്യൂട്ടി ലേത്ത് മെഷീൻ്റെ ഗിയർ ബോക്സാണ്, നോട്ടൻ ഗിയർ ബോക്സാണ്, ഫുൾ നോട്ടൻ ഗിയർ ബോക്സ് തന്നെയാണ്. ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ചാർട്ട് വരുന്നത്. ഈ ചാർട്ട് പ്രകാരം നമ്മൾ അതിൻ്റെ വീലുകളും ലിവറുകളും ഇടുകയാണെങ്കിൽ നമുക്ക് ത്രെഡ് നമ്മൾ വിചാരിച്ച പോലെ വരും. ഇതാണ് ഡ്രൈവ് ഗിയർ. ഈ ഡ്രൈവ് ഗിയർ ഇതിലൂടെ വന്ന് നോട്ടൻ ഗിയർ ബോക്സിലൂടെ നമ്മൾ ചാർട്ട് പ്രകാരം ഈ കാണുന്ന ലിവറുകൾ വിശദമായിട്ട് പിന്നീട് ഫീഡ് ചെയ്യാം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡുകളും അതിൻ്റെ ഫീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പഞ്ചാബ് ബട്ടാള ലേത്ത് എന്നൊക്കെ പറയും, പഞ്ചാബ്. ഇത് വി ബെൽറ്റ് ടൈപ്പാണ്, വി ബെൽറ്റ് ബോൾ ബെയറിംഗ് ലേത്താണ്. ഇതിന് ഡ്രൈവ് ഉണ്ട് മൂന്ന് ഷേപ്പ്. ഇതിന് ഡ്രൈവ് വരുന്നത് കണ്ട 3 ഡ്രൈവാണ് വരുന്നത്. അപ്പോൾ 3 നമുക്ക് ഗിയറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 സ്പീഡ്, ടോട്ടൽ 6 സ്പീഡ് കിട്ടും. നേരത്തെ പറഞ്ഞത് ഡബിൾ ബെൽറ്റ് ബെയറിംഗ് ടൈപ്പ് മെഷീനാണ്. ഇതും വലിപ്പിക്കുന്ന മെഷീൻ തന്നെയാണ് കേട്ടോ. ഇത് 6 ഫീറ്റ് 6 അടി ലെങ്ത്ത്, 12 ഇഞ്ച് സെൻറ്റർ റൈറ്റ്, 80 സ്പിൻഡിൽ ബോർ, ഫുൾ നോട്ടൻ ഗിയർ ബോക്സ് വരുന്ന പഞ്ചാബിൻ്റെ നല്ല മെഷീൻ തന്നെയാണ്. ഹെവി മെഷീനാണ്. നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണത്തക്ക വിധത്തിലില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ലേത്തുകളെ കുറിച്ചും മറ്റുള്ള മെഷീനറികളെ കുറിച്ചും കൂടുതലായിട്ട് അറിയാം, മനസ്സിലാക്കാം. അതുവരെ ഗുഡ് ബൈ.